നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. തിരഞ്ഞെടുപ്പ് കാലത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലും പ്രചരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. ഗുരുവായൂരിലെ LDF, UDF സ്ഥാനാർത്ഥികൾ ഈദ്ഗാഹ്, പെരുന്നാൾ നിസ്കാരം നടക്കുന്ന പള്ളികൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തി. മറ്റ് മണ്ഡലങ്ങളിലും പ്രചരണം സജീവം. ഏഴാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി 37 വയസ്സുള്ള മുഹസിനയാണ് മരിച്ചത്. സംഭവത്തിൽ അക്യുപങ്ചറിസ്റ്റായ ഭർത്താവ് എടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമിനെതിരെ പരാതിയുമായി മുഹസിനയുടെ കുടുംബം രംഗത്ത്. കുന്നംകുളം മാർത്താറ്റ് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബാമോർ ഉസ്താദ് യോസ്ബാവയുടെ 96ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പരിശുദ്ധ ആർത്താറ്റ് കബറിങ്കലിലേക്കുള്ള അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയാണ് പൊയ്ക്കാട്ടുശ്ശേരി മോർബഹനാം പള്ളിയിൽ നിന്ന് വ്യാഴാഴ്ച ആരംഭിച്ചത്. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. സ്നേഹത്തിന്റെ കൂടിച്ചേരലുകളുടെയും ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. നന്മകളാൽ സ്ഫുടം ചെയ്ത ആത്മീയ ഊർജ്ജവുമായിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ വർണ്ണാഭമാക്കിയത്. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയായിരുന്നു കഴിഞ്ഞുപോയ 29 ദിനരാത്രങ്ങൾ. സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിച്ച് ഇഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിച്ച് കൈകളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ചും പെരുന്നാൾ ദിനം വിശ്വാസികൾ സമ്പന്നമാക്കി. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. തെരഞ്ഞെടുപ്പ് കാലത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലും പ്രചരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. ഗുരുവായൂരിലെ LDF, UDF സ്ഥാനാർത്ഥികൾ ഈദ്ഗാഹ്, പെരുന്നാൾ നിസ്കാരം നടക്കുന്ന പള്ളികൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തി. രാവിലെ 8 മണിയോടെ LDF സ്ഥാനാർത്ഥി NK അക്ബർ മുതുവട്ടൂർ രാജ ഈദ്ഗാഹിലെത്തി പെരുന്നാൾ നിസ്കാരത്തിനെത്തിയവരുമായി സൗഹൃദം പങ്കുവച്ചു. UDF സ്ഥാനാർത്ഥി CH റഷീദ് കടപ്പുറം അഞ്ചങ്ങാടി ജുമാ അത്ത് പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. തുടർന്ന് ഇവിടെ എത്തിയവരുമായി സൗഹൃദം പങ്കുവച്ചു. പിന്നീട് മണത്തല ജുമാ അത്ത് പള്ളിയിൽ കണ്ടുമുട്ടിയതോടെ സ്ഥാനാർത്ഥികൾ തമ്മിലും സൗഹൃദം പങ്കുവച്ചു. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ലക്ഷ്യം വെച്ച് വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPM ഗുരുവായൂർ നിയോജക മണ്ഡലം സെക്രട്ടറി C. സുമേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. B. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പ്രസംഗം ഗുരുവായൂരിൽ വിലപ്പോവില്ല. നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സാഹോദര്യവും തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. ഗുരുവായൂരിന്റെ സാമൂഹ്യ നവോത്ഥാന പോരാട്ടത്തിൽ ഒരു പങ്കുമില്ലാത്ത സംഘപരിവാർ ഇപ്പോൾ മേനി നടക്കുന്നത് ജനങ്ങളുടെ കബളിപ്പിക്കലാണ്. നഗരസഭയും സംസ്ഥാന സർക്കാരുമാണ് ഗുരുവായൂരിലെ വികസനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഗുരുവായൂരിലെ വികസനങ്ങളിൽ BJPക്ക് ഒരു പങ്കുമില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ B. ഗോപാലകൃഷ്ണൻ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രസംഗം ഗുരുവായൂരിൽ വിലപ്പോവില്ലെന്നും ജനങ്ങൾ തള്ളിക്കളയുമെന്നും സുമേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചട്ടം വന്നിരിക്കെ, ഇന്ത്യയുടെ നിയമം വന്നിരിക്കെ അതിനെല്ലാം അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗത്തിലൂടെ BJP മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ സമാധാനപരമായ എല്ലാ മതസ്ഥരും ഏക മനസ്സോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു മണ്ണിനെ കലാപഭൂമിയാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണിത് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവമാണ് ഗുരുവായൂരിലെ എല്ലാ ജനതയ്ക്കുള്ളത്. കുന്നംകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീൻ ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11-ന് തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ മുൻപാകെയാണ് പത്രിക സമർപ്പിക്കുക. ഇടതുമുന്നണിയുടെ നേതാക്കളും കൂടെയുണ്ടാകും. UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ തിങ്കളാഴ്ച പത്രിക സമർപ്പിക്കും.
ജനഹൃദയങ്ങൾ കീഴടക്കി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണലൂർ നിയോജക മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥനയുമായി കളം നിറഞ്ഞ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ദിനത്തിൽ ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു രവീന്ദ്രനാഥിന്റെ പര്യടനം. പയ്യൂർ ജുമാ മസ്ജിദിൽ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിനെത്തിയ വിശ്വാസികളെ സന്ദർശിച്ചുകൊണ്ടായിരുന്നു പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലേക്കാണ് എത്തിയത്. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം പ്രൊഫസർ രവീന്ദ്രനാഥിനെ ബൊക്കെ നൽകി സ്വീകരിച്ചു. തുടർന്ന് ഓഫീസിലെത്തി അല്പസമയം ചിലവഴിച്ച അദ്ദേഹം സെന്റ് ജോസഫ് നഴ്സിംഗ് കോളേജിലെത്തി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കണ്ടു. കുട്ടികളുമായി സംവദിച്ച അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയ പുരോഗതി നിലനിർത്താൻ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. വിദ്യാർത്ഥിനികൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയുമുണ്ടായി. ആശുപത്രി അങ്കണത്തിലെ മഠത്തിൽ വിശ്രമജീവിതം നയിക്കുന്ന സീനിയർ സിസ്റ്റേഴ്സിനെയും രവീന്ദ്രൻ മാഷ് സന്ദർശിച്ചു. ആശുപത്രിക്ക് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തിയ ശേഷം ചൂണ്ടൽ സെന്റ് തോം ചർച്ച് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിനെ കണ്ട് സൌഹൃദം പുതുക്കി. പുതുക്കാട് വെണ്ടൂരിൽ വികാരിയായിരുന്ന കാലഘട്ടത്തിൽ മാസ്റ്ററുമായി ഉണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ചു. മേഖലയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റായിരുന്ന IV ഈയുക്കുട്ടിയുടെ വീട്ടിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. പിന്നീട് പട്ടിക്കര ജുമാ മസ്ജിദിലും ആദ്യകാല നേതാക്കളുടെ വീടുകളിലും എത്തി. പ്രമുഖ വ്യക്തികളെയും നേരിൽ കണ്ട ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ UDF മണലൂർ നിയോജക മണ്ഡലം കൺവീനർ KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി ചെയർമാൻ RM ബഷീർ അധ്യക്ഷനായി. ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിജയിച്ച UDF ജനപ്രതിനിധികളെയും പുതുതായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും അനുമോദിച്ചു. മുസ്ലിം ലീഗ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ, ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം സാദിഖ് പട്ടിക്കര, കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം CT പോൾ, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ AM ജമാൽ, MM ഷംസുദ്ദീൻ, P ബാലചന്ദ്രൻ, MA സുബൈർ, ആന്റോ പോൾ, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ, ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TO സെബി എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തി. കിഴൂർ വിവേകാനന്ദ കോളേജിലാണ് സ്ഥാനാർത്ഥി ആദ്യം എത്തിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കുന്നംകുളം നഗരത്തിലും നടപ്പിലാക്കേണ്ട വികസനങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ചിറളയം HCC GUP സ്കൂളിലും കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂളിലും ഇടത് സ്ഥാനാർത്ഥി AC മൊയ്തീൻ സന്ദർശനം നടത്തി. രാഷ്ട്രീയം മാറി നിന്നു. സൌഹൃദം പങ്കുവച്ച് നോമ്പ് തുറയ്ക്കായി ഒന്നിച്ച് TN പ്രതാപനും പ്രൊഫസർ സി രവീന്ദ്രനാഥും. തിരുനെല്ലൂർ ഖത്തർ മഹൽ അസോസിയേഷൻ തിരുനെല്ലൂർ മദ്രസ അങ്കണത്തിൽ സംഘടിപ്പിച്ച ദുആ മജ്ലിസും സൌഹൃദ ഇഫ്താർ സംഗമത്തിലുമാണ് ആദ്യമായി പൊതുവേദിയിൽ ഇരുമുന്നണികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പ്രതാപനും രവീന്ദ്രനാഥും ഒന്നിച്ചത്. മഹല്ല് ഖത്തീബ് അബ്ദുള്ള അഷ്റഫിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങിൽ മജ്ലിസ് മഹൽ പ്രസിഡന്റ് ഉമ്മർ കാട്ടിലും ഖുമാറ്റ് സീനിയർ പ്രതിനിധി ഹാജി KV ഹുസൈൻ എന്നിവരുടെയും തിരുനെല്ലൂർ വിശാല മഹല്ല് പരിധിയിലെ ഉസ്താദുമാരും സന്നിഹിതരായി. മഹല്ല് കമ്മിറ്റി ട്രഷറർ സൈനുദ്ദീൻ ഖുറൈഷി ആമുഖ പ്രഭാഷണം നടത്തി. സൌഹൃദ സദസ്സിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും മണലൂരിലെ LDF സ്ഥാനാർത്ഥിയുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, തൃശൂരിലെ മുൻ പാർലമെന്റ് അംഗവും UDF സ്ഥാനാർത്ഥിയുമായ TN പ്രതാപൻ എന്നിവർ ആശംസകൾ നേർന്നു. സമൂഹ നോമ്പുതുറയിൽ ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഒന്നിച്ചെത്തിയതും സൌഹൃദം പങ്കുവച്ചതും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരിൽ കൌതുകമുണർത്തി. ഗുരുവായൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി NK അക്ബറിന് തെരഞ്ഞെടുപ്പിൽ കിട്ടിവെക്കാനുള്ള തുക ഗുരുവായൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നൽകി. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങളായ ഹരിത ഷിജിൻ, KB ലത എന്നിവരിൽ നിന്ന് അക്ബർ തുക ഏറ്റുവാങ്ങി. കേരളത്തിലെ ശുചിത്വത്തിന്റെ അംബാസഡർമാരായ ഹരിതകർമ്മ സേനാംഗങ്ങളിൽ നിന്ന് തുക സ്വീകരിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, CITU ഏരിയ സെക്രട്ടറി AS മനോജ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളത്തെ NDA സ്ഥാനാർത്ഥി KR രജിൽ വേലൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രചരണം നടത്തി. മണിമലർക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് പ്രചരണം തുടങ്ങിയത്. പഞ്ചായത്തിലെ പുലിയന്നൂർ, തോന്നല്ലൂർ, എരുമപ്പെട്ടി, നെല്ലുവായ്, കുണ്ടന്നൂർ, കാഞ്ഞിരക്കോട്, ചിറ്റണ്ട എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചത്. BDJS ജില്ലാ സെക്രട്ടറി ശശികുമാർ മാങ്ങാടൻ, BJP OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് ഐനൂർ, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് CB ശ്രീഹരി, മണ്ഡലം പ്രസിഡന്റ് AC സുനിൽകുമാർ, OBC മോർച്ച ജില്ലാ സെക്രട്ടറി സജി നെല്ലിക്കൽ, BJP ജില്ലാ കമ്മിറ്റി അംഗം VK ബിജു,
BJP കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സുധീഷ്, EK ബാബു, BN മോഹൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. വിശ്വാസികൾക്കൊപ്പം ഊട്ടുസദ്യയിൽ പങ്കെടുത്ത പ്രൊഫസർ C. രവീന്ദ്രനാഥ്. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് ഇടവക ദേവാലയത്തിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിന്റെ മരണത്തിരുനാളിന്റെ ഭാഗമായി നടന്ന ഊട്ടുസദ്യയിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ C. രവീന്ദ്രനാഥ് പങ്കാളിയായത്. തിരുനാളിന്റെ ഭാഗമായി ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണം നടക്കുന്നതിനിടെയാണ് രവീന്ദ്രൻ മാസ്റ്റർ ജനപ്രതിനിധികൾക്കും ഇടതുപക്ഷ നേതാക്കൾക്കുമൊപ്പം പള്ളിയിലെത്തിയത്. തിരുകർമ്മങ്ങൾ പൂർത്തിയാകും വരെ കാത്തുനിന്ന രവീന്ദ്രനാഥ് നാമഹേതു തിരുനാൾ ആഘോഷിക്കുന്ന വികാരി ഫാദർ ജേസൺ മാറോക്കിക്ക് ബൊക്കെ നൽകി ആശംസകൾ അറിയിച്ചു. തനിക്ക് ആശംസ നേർന്ന മാസ്റ്റർക്ക് വികാരി തിരിച്ചു മിഠായി സമ്മാനിച്ചു. തുടർന്ന് വിശ്വാസികൾക്കൊപ്പം തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയ ഊട്ടുസദ്യയിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രൊഫസർ രവീന്ദ്രനാഥ് പങ്കെടുത്തു. ഇതിനിടെ നിരവധി വിശ്വാസികൾ മാഷെ കണ്ട് സൌഹൃദം പുതുക്കുകയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയുമുണ്ടായി. മടങ്ങുന്നതിനിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുമായി കുശലം പറയാനും തിരുനാളിന്റെ ആശംസകൾ നേരാനും രവീന്ദ്രൻ മാഷ് സമയം കണ്ടെത്തി. CPIM കണ്ടാണിശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, സാഫിറ അസീസ്, കലാ കൂനമുച്ചി സെക്രട്ടറി TV ജോൺസൺ, ഇടതുമുന്നണി പ്രവർത്തകർ തുടങ്ങിയവർ പ്രൊഫസർ C. രവീന്ദ്രനാഥിനൊപ്പം ഉണ്ടായിരുന്നു. വിഷൻ 2031 എന്ന പേരിൽ LDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. LDF പ്രകടന പത്രിക രൂപീകരണത്തിന് മുന്നോടിയായി നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ചേർന്ന കൺവെൻഷനിൽ നഗരത്തിന്റെ വ്യാപാര പാരമ്പര്യം നിലനിർത്തി കുന്നംകുളത്തെ ജില്ലയുടെ വ്യാപാര വ്യവസായ ഹബ്ബായി വളർത്തണമെന്ന ആശയമാണ് പ്രധാനമായും ഉയർന്നത്. നഗരകേന്ദ്രത്തിൽ വാണിജ്യ സാംസ്കാരിക മേളകൾ നടത്താൻ അനുയോജ്യമായ EMS സ്ക്വയർ രൂപീകരിക്കുന്നതടക്കം നഗരവികസനത്തെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു. ഇവ കൂടി പരിഗണിച്ചാണ് മണ്ഡലം തല LDF പ്രകടന പത്രിക പുറത്തിറക്കുക. യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി AC മൊയ്തീൻ MLA, നേതാക്കളായ MN സത്യൻ, K കൊച്ചനിയൻ, M പത്മിനി എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിറ്റാട്ടുകര മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിന്റെ ഭാഗമായി LDF ചിറ്റാട്ടുകര മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകര JRC ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോൺ, CPI മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം ഷാജി കാക്കശ്ശേരി, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് VC വിൻസെന്റ്, RJD ജില്ലാ സെക്രട്ടറി PL ഡൊമിനി, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, CPI എളവള്ളി ലോക്കൽ സെക്രട്ടറി CK രമേശ്, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. TC മോഹനൻ പ്രസിഡന്റ്, BR സന്തോഷ് സെക്രട്ടറി, RA അബ്ദുൽ ഹക്കീം ട്രഷറർ എന്നിവർ ഭാരവാഹികളായി 151 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പോലീസും സായുധ സേനയും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നെല്ലുവായി സെന്ററിൽ നിന്നും ആരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് എരുമപ്പെട്ടിയിൽ റൂട്ട് മാർച്ച് നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക്. 7ാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി 37 വയസ്സുള്ള മുഹസിനെയാണ് മരിച്ചത്. സംഭവത്തിൽ അക്യുപങ്ചറിസ്റ്റായ ഭർത്താവ് എടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമിനെതിരെ പരാതിയുമായി മുഹസിനയുടെ കുടുംബം രംഗത്തെത്തി. കഴിഞ്ഞ ജനുവരി 6-നായിരുന്നു മുഹസിനയുടെ 7ാമത്തെ പ്രസവം. വീട്ടിലാണ് പ്രസവം നടന്നത്. പിന്നാലെ 3-ാം ദിവസം കുഞ്ഞു മരിച്ചിരുന്നു. അസ്വാഭാവിക മരണത്തിന് ചാവക്കാട് പോലീസ് കേസെടുത്തിരുന്നു. യുവതിയുടെ 6 പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു. പക്ഷേ തുടർ ചികിത്സയോ കുട്ടികൾക്ക് കുത്തിവയ്പോ നൽകിയിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. ദമ്പതികളുടെ 2 കുട്ടികൾ നേരത്തെ മരിച്ചിരുന്നു. 7ാമത്തെ പ്രസവമാണ് വീട്ടിൽ നടന്നത്. ഗർഭകാലത്തോ പ്രസവ സമയത്തോ മുഹസിനയ്ക്ക് കൃത്യമായ വൈദ്യസഹായം ലഭിച്ചിരുന്നില്ലെന്ന് പരാതിയുണ്ട്. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാൾ ആഘോഷവും സംഘടനയുടെ പതാകാ ദിനവും ആഘോഷിച്ചു. വിശുദ്ധ യൗസേപിതാവിന്റെ മരണ തിരുനാളിന്റെ ഭാഗമായി
രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായി. ദിവ്യബലിക്കിടെ സംഘടനാംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് നടന്ന ദിനാചരണം മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. KLM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് MV ആന്റണി ചടങ്ങിൽ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, KLM വനിതാ വിഭാഗം പ്രസിഡന്റ് സ്റ്റെർലി ലൂവിസ്, ഭാരവാഹികളായ CL സിജോ, സ്റ്റെഫി ഷിബു, CO ലൂവിസ്, റിയ ജോസഫ്, മറ്റ് KLM പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുനാളിന്റെ ഭാഗമായി നേർച്ചപായസ വിതരണവും വർണ്ണമഴയും ഉണ്ടായിരുന്നു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും നടന്നു. കുന്നംകുളം ആർത്താറ്റ് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മോർ ഒസ്തോത്തിയോസ് ബാവയുടെ 96-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പരിശുദ്ധന്റെ ആർത്താറ്റ് കബറിടങ്ങളിലേക്കുള്ള അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയാണ് പൊയ്ക്കാട്ടുശ്ശേരി മോർ ബഹനാം പള്ളിയിൽ നിന്ന് വ്യാഴാഴ്ച ആരംഭിച്ചത്. മെത്രാപ്പോലിത്തമാരായ ഡോക്ടർ ഏലിയസ് മോർ അത്തനാസിയോസ്, ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് എന്നിവർ തീർത്ഥയാത്രയെ ആശീർവദിച്ചു. അങ്കമാലി മേഖലയോട് ചേർന്ന് ബുധനാഴ്ച ആരംഭിച്ച വടവുകോട്, പുത്തൻകുരിശ്, മുളന്തുരുത്തി, കടമറ്റം തുടങ്ങിയ പള്ളികളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾ സംയുക്തമായി യാത്ര തുടങ്ങി. അങ്കമാലി മേഖലയിലെ വിവിധ പള്ളികളിൽ കാൽനട യാത്രയ്ക്ക് സ്വീകരണങ്ങൾ നൽകി. തൃശൂർ ഭദ്രാസനത്തിന്റെ പ്രവേശന കവാടമായ കൊരട്ടി കവലയിൽ മാമ്പ്ര സെന്റ് കുര്യാക്കോസ് പള്ളിയുടെ നേതൃത്വത്തിലും സ്വീകരണം നൽകി. വ്യാഴാഴ്ച രാത്രി പോട്ട ലിറ്റിൽ ഫ്ലവർ കത്തോലിക്ക പള്ളിയിൽ വിശ്രമത്തിന് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ യാത്ര ആരംഭിച്ചു. രാത്രി തൃശൂർ അമലാനഗറിൽ വിശ്രമിക്കും. ഉച്ചവെയിൽ വകവയ്ക്കാതെ ബാവയോടുള്ള അപേക്ഷകൾ ചൊല്ലി നിരവധി വിശ്വാസികളാണ് കാൽനടയാത്രയിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8-ന് അമലയിൽ നിന്ന് യാത്ര തുടങ്ങും. മുണ്ടൂർ, കേച്ചേരി, പാറന്നൂർ, കുന്നംകുളം ടൗൺ വഴി വൈകിട്ട് 5:30-ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലെത്തും. തീർത്ഥയാത്രയ്ക്ക് ഫാദർ പോൾ പാറയ്ക്കൽ, ഫാദർ ഗീവർഗീസ് മാത്യു, ഷെവിലിയർ PK പൌലോസ് കൂരൻ, വത്സൻ കോച്ചാട്ട്, MV കുഞ്ഞവര, KA ഡേവിസ്, വർഗീസ് അരീക്കൽ, ഡേവിഡ് കുമുച്ചാട്ട്, ബഹന്നാൻ ആലുക്കൽ, ബൈജു ഈരാളി, ബേസിൽ, AY ബേബി എന്നിവർ നേതൃത്വം നൽകും. സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കാൽനട തീർത്ഥയാത്രകൾക്ക് ശനിയാഴ്ച കുന്നംകുളത്ത് സംയുക്ത സ്വീകരണം നൽകും. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 96-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കാൽനട തീർത്ഥയാത്രകളാണ് ശനിയാഴ്ച വൈകിട്ട് 4:30-ന് താഴത്തേപ്പാറ സെന്റ് തോമസ് ചാപ്പലിൽ വെച്ച് സംയുക്ത സ്വീകരണം നൽകുന്നത്. എറണാകുളം, വടവുകോട്, പുത്തൻകുരിശ്, മുളന്തുരുത്തി, കടമറ്റം, അങ്കമാലി, ചേലക്കര, ചാലിശ്ശേരി, അഗതിയൂർ, വൈശ്ശേരി യൂലിയോസ് ഹാൾ തുടങ്ങിയ പള്ളികളിൽ നിന്നുള്ള തീർത്ഥയാത്രകളാണ് താഴത്തേപ്പാറ ചാപ്പലിൽ സംഗമിക്കുക. ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി സിംഹാസന പള്ളിയിൽ നടന്നുവരുന്ന പ്രചന പ്രഘോഷണം വെള്ളിയാഴ്ച സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്നുവന്ന വചന പ്രഘോഷണത്തിൽ വൈദികരായ ഫാദർ സോബിൻ ഏലിയാസ്, ഫാദർ മാത്യു ജോർജ്, ഫാദർ സഞ്ജു മാനുവൽ എന്നിവർ വചന സന്ദേശം നൽകി. ശനിയാഴ്ച രാവിലെ 6:30-ന് പള്ളിയിൽ 3-ന്മേൽ കുർബാന, വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരം, കബറിങ്കൽ ധൂപ പ്രാർത്ഥന, പ്രദക്ഷിണം, അനുസ്മരണ സമ്മേളനം, അവാർഡ് വിതരണം, അത്താഴഊട്ട് എന്നിവ നടക്കും. ഞായറാഴ്ച പുലർച്ചെ പെങ്ങാമുക്ക് യാക്കോബായ പഴയ പള്ളി, പാറന്നൂർ സിംഹാസന ചാപ്പൽ, പെലക്കാട്ട് പയ്യൂർ കുരിശുപള്ളി, വൈശ്ശേരി മോർ യൂലിയോസ് ഹാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾ 6-ന് പള്ളിയിലെത്തും. തുടർന്ന് പ്രഭാത പ്രാർത്ഥന, 7-ന് ഗീവർഗീസ് മോർ സ്തഫാനോസ് മെത്രാപ്പോലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ 3-ന്മേൽ കുർബാന, പ്രസംഗം, ഗബറിങ്കൽ ധൂപ പ്രാർത്ഥന, ആശീർവാദം, തുടർന്ന് നേർച്ച സദ്യയോടെ ഓർമ്മ പെരുന്നാൾ സമാപിക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച നടക്കും. രാവിലെ വികാരി ഫാദർ അബ്രഹാം യാക്കോ പൂവത്തുമണ്ണിൽ കുർബാന അർപ്പിക്കും. തുടർന്ന് 9:30-ന് തീർത്ഥയാത്ര ആരംഭിക്കും. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 96-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് പരിശുദ്ധ ബാവയുടെ കബറിങ്കലിലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തുന്നത്. കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, കുന്നംകുളം താഴത്തേപ്പാറ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6-ന് ആർത്താറ്റ് കബറിങ്കൽ എത്തിച്ചേരും. വികാരി ഫാദർ അബ്രഹാം യാക്കോ പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. പാവർട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ മരണ തിരുനാളിന് സമാപനമായി. തിരുനാളിന്റെ പ്രധാന ആകർഷണമായ 12 കൂറ്റൻ വൈദ്യുത തേരുകളുടെ അകമ്പടിയോടെ വളയെഴുന്നള്ളിപ്പുകൾ വർണ്ണാഭമായി. രാത്രിയെ പകലാക്കുന്ന പ്രകാശവിസ്മയത്തിനാണ് പാവർട്ടി സാക്ഷ്യം വഹിച്ചത്. പള്ളിയങ്കണത്തിൽ അണിനിരന്ന 12 വലിയ തേരുകൾ ദൃശ്യവിരുന്നൊരുക്കി.
വിവിധ സംഘടനകളിൽ നിന്നുമായി എത്തിയ വളയെഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പള്ളിമുറ്റത്തേക്ക് പ്രവേശിച്ചത്. നേർച്ചവളകൾ സമർപ്പിക്കാനും തിരുനാൾ ഊട്ടുസദ്യയിൽ പങ്കെടുക്കാനും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മൊബൈൽ ഫോൺ ക്യാമറകളിൽ വർണ്ണാഭമായ ദൃശ്യങ്ങൾ പകർത്താനും വിശ്വാസികൾ തിരക്ക് കൂട്ടി. തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ലതീഞ്ഞ്, പ്രാർത്ഥന, റാസ കുർബാന എന്നിവയ്ക്ക് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ജെയ്സൺ വടക്കോട്ട്, ജോസൺ കെ.എ., ജോസഫ് ലിയോ, ബാബു കെ.ജെ. എന്നിവർ നേതൃത്വം നൽകി. സ്വച്ഛ് സർവേക്ഷൺ 2025ന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ പരിധിയിലുള്ള വിവിധ ഭാഗങ്ങളിൽ കരിയില സംഭരണികൾ സ്ഥാപിച്ചു. നഗരത്തിലെ പ്രധാന പൊതു ഇടങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലാണ് സംഭരണികൾ സജ്ജമാക്കിയിട്ടുള്ളത്. നഗരത്തിൽ ശേഖരിക്കപ്പെടുന്ന കരിയിലയും മറ്റ് ജൈവമാലിന്യങ്ങളും ശാസ്ത്രീയമായി സംസ്കരിച്ച് പരിസര ശുചിത്വം ഉറപ്പാക്കുക എന്നതാണ് നഗരസഭയുടെ പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജൈവമാലിന്യങ്ങളെ പരിസ്ഥിതി സൌഹൃദമായി കൈകാര്യം ചെയ്യുന്നതിനായി വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നഗരസഭ സംഘടിപ്പിച്ചു വരികയാണ്. നഗരത്തിന്റെ ശുചിത്വം മെച്ചപ്പെടുത്താനും മാലിന്യങ്ങളെ ഫലപ്രദമായി ജൈവവളമാക്കി മാറ്റാനും സാധിക്കുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണത്തിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് ചെണ്ടമേളത്തോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയ നേർച്ചസദ്യയുടെ വെഞ്ചിരിപ്പ് നടന്നു. നാമഹേതു പിറന്നാൾ ആഘോഷിക്കുന്ന വികാരി ഫാദർ ജെയ്സൺ മാറോക്കിയെ ചടങ്ങിൽ ആദരിച്ചു. തിരി തെളിയിക്കലിന് ശേഷം ജോസഫ് നാമധാരികളെ ആദരിക്കലും കാഴ്ച സമർപ്പണവും KLM സംഘടനാ അംഗങ്ങളുടെ കാഴ്ച സമർപ്പണവും ഉണ്ടായി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് വാഗ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ ജോബി പുത്തൂർ കാർമ്മികനായി. ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശ്വാസികൾ അണിനിരന്ന പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവുമുണ്ടായി. തുടർന്ന് നടന്ന നേർച്ച ഊട്ടുസദ്യയിൽ 100 കണക്കിന് ഇടവക വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയങ്കണത്തിൽ ഒരുക്കിയ ഊട്ടുശാലയിൽ ഭക്ഷണം കഴിക്കാൻ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുനാളിന്റെ ഭാഗമായി ചെണ്ടമേളം, വർണ്ണമഴ എന്നിവ അരങ്ങേറി. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റെജി, കൺവീനർമാരായ ഷാജി ചിരിയങ്കണ്ടത്ത്, ജോസഫ് തലക്കൂട്ടൂർ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, അനൂപ് പനക്കൽ, KLM ഭാരവാഹികളായ PV ഷാജൻ, KK ജോഷി, ലിയോ ലോന എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി നെല്ലുവായിൽ സ്കൂട്ടറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. നെല്ലുവായി മുണ്ടൻകോട് തോട്ടുങ്ങൽ വീട്ടിൽ 25 വയസ്സുള്ള സനൂപിനാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ നെല്ലുവായി ധന്വന്തരി ക്ഷേത്ര കവാടത്തിന് സമീപമായിരുന്നു അപകടം. എരുമപ്പെട്ടിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന സനൂപ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ വടക്കാഞ്ചേരി ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തെ തുടർന്ന് കാറും സ്കൂട്ടറും റോഡരികിലേക്ക് കാനയിലേക്ക് മറിഞ്ഞു. കാറിന്റെ മുൻവശത്തെ ചില്ലിലിടിച്ച് സനൂപിന്റെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ മുൻവശവും തകർന്നു. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണത്തിരുനാൾ മറ്റം മാർക്കറ്റ് റോഡിലുള്ള കപ്പേളയിൽ ആഘോഷിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് കപ്പേളയിൽ നടന്ന ലതീൻ, നൊവേന തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് സാളൂർ കാർമ്മികനായി. സഹവികാരി ഫാദർ ജിയോ വേലുകാരൻ തിരുനാൾ സന്ദേശം നൽകി. നേർച്ച സദ്യയുടെ വെഞ്ചിരിപ്പ് വികാരി നിർവഹിച്ചു. തുടർന്ന് നടന്ന ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് K സൈമൺ, MJ ജോഷി, CT സ്വാർട്ടക്സ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. യൗസേപ്പിതാവിന്റെ തിരുനാളിന്റെ ഭാഗമായി മാർച്ച് മാസത്തിലെ എല്ലാ ബുധനാഴ്ചകളിലും കപ്പേളയിൽ ലതീഞ്ഞ്, നൊവേന എന്നിവ നടക്കും. ചാലിശ്ശേരി പഞ്ചായത്തിൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നെല്ല് സംഭരിക്കാൻ തദ്ദേശ ജനപ്രതിനിധികളുടെ ഇടപെടൽ കർഷകർക്ക് പ്രതീക്ഷയാകുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേക്കര ഹരിത പാടശേഖരത്തിലും പെരുമണ്ണൂർ പാടശേഖരത്തിലുമാണ് ജനപ്രതിനിധികൾ സന്ദർശനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ എന്നിവർ കർഷകരുടെ ദുരിതം നേരിൽ കണ്ടു വിലയിരുത്തി. തൃത്താല കാർഷിക വകുപ്പുമായും ബന്ധപ്പെട്ട അധികൃതരുമായും ആശയവിനിമയം നടത്തിയപ്പോൾ ശനിയാഴ്ച തന്നെ നെല്ല് സംഭരണം ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതായി പാടശേഖര സമിതി ഭാരവാഹികൾ അറിയിച്ചു.
ടോക്കൺ ലഭിച്ച 3 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിനായി കൊണ്ടുപോകാത്തതിനാൽ ഹരിതപാട് ശേഖരത്തിൽ ഏകദേശം 500 ചാക്കും പെരുമണ്ണൂരിൽ 330 ചാക്ക് നെല്ലും ടാർപ്പായി വിരിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. 6 മാസം കഠിനാധ്വാനം ചെയ്ത കർഷകർ വിളവെടുത്ത മികച്ച നെല്ല് മഴ നനഞ്ഞ് പാടത്ത് കിടക്കുന്നത് കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. മുഹമ്മദ് സുലൈമാൻ, മാമ്പുള്ളി കുഞ്ഞുമോൻ, ഇ മുഹമ്മദ് ഹനീഫ, ജലീൽ പട്ടിശ്ശേരി, കെ രാജേന്ദ്രൻ പെരുമണ്ണൂർ, ടി.വി. അശോകൻ, സുരേഷ് സുന്ദരൻ, ഗോപി മഠത്തിൽപ്പടി, ജലീൽ നരിക്കാട്ടിൽ, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ എമിനൻസ് ഗാല 2K26 സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ അക്കാദമിക മേഖലയിൽ നേടിയ മികവുകളും ശ്രദ്ധേയമായ നേട്ടങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ സംഘടിപ്പിച്ച എമിനൻസ് 2K26 ഏറെ ശ്രദ്ധേയമായി. ബസേലിയൻ ഇംഗ്ലീഷ് ടൈം, എന്റെ വിദ്യാലയം, ഗണിതമേളം, വിജ്ഞാന കൗതുകം, സയൻസ് കോർണർ, ബസേലിയൻ കുട്ടീസ്, TV ന്യൂസ് തുടങ്ങി വിവിധ വൈജ്ഞാനിക പരിപാടികൾ അരങ്ങേറി. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി മാറി എന്നതും രക്ഷിതാക്കളുടെ നിറസാന്നിധ്യവും പരിപാടികൾക്ക് മികവേകി. പ്രധാന അധ്യാപകൻ J. ജോർജ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, സിസി KT, ലിനറ്റ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. മീനം 5-ന് കൊടിയേറിയത് മുതൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളും കലാപരിപാടികളും 8ാം വിളക്ക് ദിവസമായ മീനം 12-ന് ആറാട്ടോടെ സമാപിക്കും. ചരിത്രത്തിലും പുരാണങ്ങളിലും നിരവധി ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മീനം 4-ന് ക്ഷേത്രശുദ്ധി നടത്തി 5-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരപ്പൂജയും ധ്വജപൂജയും നടത്തി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നടത്തി. ക്ഷേത്രം മേൽശാന്തി എറിയാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികനായി. 2ാം വിളക്ക് മുതൽ ക്ഷേത്രത്തിൽ അഭിഷേകം, വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, ശീവേലി, മുളപൂജ, നവകമാടൽ എന്നിവ നടക്കും. 7ാം വിളക്ക് ദിവസമാണ് പള്ളിവേട്ട. ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിനു പുറത്ത് വിവിധ കലാപരിപാടികളും അരങ്ങേറും. എല്ലാ ദിവസങ്ങളിലും ഉത്സവക്കഞ്ഞിയും പ്രസാദൂട്ട്, ലഘുഭക്ഷണം എന്നിവയും ഉണ്ടാകും. ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ക്ഷേത്രം ഊരായ്മ, ദേവസ്വം അംഗങ്ങളും ക്ഷേത്രക്ഷേമസമിതി ഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റിയും നേതൃത്വം നൽകും. വേലൂർ അർണൂസ് പാദ്രിയുടെ 294-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അർണൂസ് വസതിയിൽ നടന്ന പുഷ്പാർച്ചന വികാരി ഫാദർ ജേസൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. അർണൂസ് കലാകേന്ദ്ര പ്രസിഡന്റ് വിൻസെന്റ് പാടൂർ ചാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. PP യേശുദാസ്, ഫാദർ ജോസ് തച്ചിൽ SJ, ഫാദർ ലോയിഡ് CMI, ഫാദർ ജോൺ പേരാമംഗലം, ലീന ആന്റണി, ആന്റോ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്. ചെറിയ പെരുന്നാളോടനുബന്ധിച്ച് വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റി ഈദ്ഗാഹ് നടത്തി. നാലാംകല്ല് MNT ഹാളങ്കണത്തിൽ നടത്തിയ ഈദ്ഗാഹിന് CK നഈം മൗലവി നേതൃത്വം നൽകി. മസ്ജിദ് റഹ്മ മഹല്ല് കമ്മിറ്റി പെരുമ്പിലാവ് അൻസാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് നമസ്കാരത്തിനും ഖുത്ബയ്ക്കും ഖത്തീബ് മുസ്തഫ ശാന്തപുരം നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൽഫുർഖാൻ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ഈദ്ഗാഹ് നമസ്കാരത്തിനും ഖത്തീബ് മൻസൂർ സലഫി, കോട്ടോൽ മഹല്ല് സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഉസ്താദ് സുലൈമാൻ അൻവരി, കോട്ടോൽ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഉമർ ഫൈസി, പരുവക്കുന്ന് മഹല്ല് മസ്ജിദ് അബ്ദുൾ റഹ്മാൻ ഭാഗവി, ആൽത്തറ മഹല്ല് മസ്ജിദ് ഷഫീഖ് അൻവരി, പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് മഹല്ല് സിദ്ദീഖ് റഹ്മാനി, കൊരട്ടിക്കര ബാദരിയ മസ്ജിദ് ആബിദ് ഹസനി, ചിറക്കൽ ജുമാ മസ്ജിദ് ഹക്കീം ധാരമി എന്നിവർ നേതൃത്വം നൽകി. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും പരസ്പരം പുണർന്നും മധുരം വിതരണം ചെയ്തും എങ്ങും ആഹ്ലാദത്തിന്റെ നിറവിലാണ് വിശ്വാസികൾ പിരിഞ്ഞത്. റമദാൻ 29 വ്രതം പൂർത്തിയാക്കി ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പുന്നിയൂർക്കുളം കൊമ്പത്തേൽപ്പടി സലഫി മസ്ജിദ് കമ്മിറ്റി ഈദ്ഗാഹ് നടത്തി. ഫളലുൽ ഹഖ് ഉമരി നൽകി. കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുറഹ്മാൻ V, ഷക്കീർ KK, അബ്ദുൾ അസീസ് V എന്നിവർ നേതൃത്വം നൽകി. പായസ വിതരണവും ഉണ്ടായി. പുന്നിയൂർക്കുളം നായരങ്ങാടി മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം നടത്തി. യൂസഫ് ഹുസനി എള്ളൂരയിൽ നേതൃത്വം നൽകി. കരിക്കാട് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു വരുന്നവർക്ക് പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. തുടർച്ചയായി എല്ലാ വർഷവും നടത്തിവരുന്ന ഈ സ്നേഹ സംഗമത്തിന് നന്മ ചാരിറ്റി അംഗങ്ങളായ യൂസഫ് ആലുങ്കൽ, NK അലി, ജമാൽ കരിക്കാട്, AM അബ്ദുൾ ലത്തീഫ്, വിജയൻ PS, ഷംസുദ്ദീൻ, അഷ്റഫ്,
ഖാലിദ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മുഹൈദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹൽ ഖത്തീബ് അത്തീഖ് റഹ്മാൻ ഭാഗവി നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് MM ഇബ്രാഹിം ഹാജി പെരുന്നാൾ സന്ദേശം നൽകി. സമൂഹ പ്രാർത്ഥനയും ഖബർ സിയാറത്ത് നടന്നു. മധുരവിതരണവും ഉണ്ടായിരുന്നു. ചമ്മന്നൂർ അമൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി. പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അമൽ മാനേജ്മെന്റ് ട്രസ്റ്റ് മെമ്പർമാരും സന്നിഹിതരായിരുന്നു. ആൽത്തറ ടൗൺ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടാകം മസ്ജിദ് ഗ്രൌണ്ടിൽ വെച്ച ഈദ് നമസ്കാരം നടത്തി. മസ്ജിദ് ഇമാം അബ്ദുൾ മജീദ് സലഫി പട്ടാമ്പി നേതൃത്വം നൽകി. വന്നേരി ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്നേരി ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ ഈദ് നമസ്കാരത്തിന് താജുദ്ദീൻ മൗലവി നേതൃത്വം നൽകി. സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസ്അരി നേതൃത്വം വഹിച്ചു. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്വാരം ഗ്രൌണ്ടിൽ ഈദ് മിഷാൽ സലീം വാടാനപ്പള്ളി എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം മുഹമ്മദ് ദാരിമി അരിമ്പ്ര, കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം സാബിദ് സഖാഫി, പുതിയറ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫി, പുന്ന ജുമാ മസ്ജിദിൽ നൌഷാദ് സഖാഫി, മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷാ തങ്ങൾ, ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈത്തമി, ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ഷിഹാബ് ബാഘവി കാങ്കുൽ, ബ്ലാങ്ങാട് കട്ടിൽ ജുമാ മസ്ജിദിൽ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഫാരിസ് മംനൂൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകി. മണികണ്ഠേശ്വരം മദ്രസത്തുൽ മുഹമ്മദീയ ജുമാഅത്ത് പള്ളിയിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടത്തി. മുജീബ് ബാഗവി ഉസ്താദ് കാർമ്മികത്വം വഹിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൾ റഷീദ്, ഹസീസ് ഹാജി, സലാവുദ്ദീൻ അബൂബക്കർ, ബേബി മാലിക് എന്നിവർ നേതൃത്വം നൽകി. വന്നേരി ഈദ് കമ്മിറ്റി വന്നേരി സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച ഈദ് നമസ്കാരത്തിന് പുന്നൂർക്കുളം സഫ മസ്ജിദ് ഖത്തീബ് താജുദ്ദീൻ മൗലവി, തൊഴിയൂർ സലഫി മസ്ജിദ് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച ഈദ് നമസ്കാരത്തിന് ഖത്തീബ് സമീർ മുണ്ടേരി, ആൽത്തറ ഈദ് കമ്മിറ്റി സംഘടിപ്പിച്ച നമസ്കാരത്തിന് അബ്ദുൽ മജീദ് സലഫി പട്ടാമ്പി, വടക്കേക്കാട് MNT ഗ്രൌണ്ടിൽ നമസ്കാരത്തിന് CKM നയീം, പരൂർ സലഫി മസ്ജിദ് ഗ്രൌണ്ടിൽ നടത്തിയ ഈദ്ഗാഹ് മുഹമ്മദ് ഫാഹിം അൽ ഹിക്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. മന്ദലാംകുന്ന് അൽഹിമ മസ്ജിദ് ഈദ്ഗാഹ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ് നമസ്കാരത്തിന് യഹിയ ഫുർഖാനി നേതൃത്വം നൽകി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാർത്ഥി സംഘടന റംദാൻ മാസത്തിൽ ഒരുക്കിയ ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ പങ്കെടുത്ത കുട്ടികളെ അനുമോദിക്കുകയും അവർക്കുള്ള സർട്ടിഫിക്കറ്റ് മൊമെന്റ എന്നിവ വിതരണം ചെയ്യുകയും ചെയ്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദരലി ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് PM ഭാദുഷ, സെക്രട്ടറി റഫീഖ് അകലാട്, മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് MV അബ്ദുൽ സമദ്, സെക്രട്ടറി ഉസ്മാൻ ഭദർപള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. അറിയിപ്പ്: എഴുന്നള്ളൂർ തിരുനാളിന്റെ പ്രസക്ത ഭാഗങ്ങൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് CCTV പ്രാദേശികം ചാനലിൽ സംപ്രേഷണം ചെയ്യും. എരുമപ്പെട്ടി മുട്ടിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കുണ്ടന്നൂർ സ്വദേശി 23 വയസ്സുള്ള സതുൽ കൃഷ്ണനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയാണ് 2 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. മാസങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ക്വാറിയിലെ പ്ലാന്റ് നോക്കുവാനെത്തിയ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കാണുന്നത്. തുടർന്ന് വാർഡ് മെമ്പറെയും വടക്കാഞ്ചേരി പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ചരമം: കല്ലുംപുറം സ്വദേശി ചങ്ങനാശ്ശേരി ഫാൻസി ഗിഫ്റ്റ് ഹൌസ് സ്ഥാപന ഉടമ പുലിക്കൂട്ടിൽ പരേതനായ വർഗീസ് മകൻ വിൽസൺ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ചങ്ങനാശ്ശേരി മോർക്കുളങ്ങര മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടത്തും. ഷേബ ഭാര്യയും വിബി, സബി എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കാലത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലും പ്രചരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. ഗുരുവായൂരിലെ LDF UDF സ്ഥാനാർത്ഥികൾ ഈദ്ഗാഹ്, പെരുന്നാൾ നിസ്കാരം നടക്കുന്ന പള്ളികൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തി. മറ്റ് മണ്ഡലങ്ങളിലും പ്രചരണം സജീവം. ഏഴാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി 37 വയസ്സുള്ള മുഹസിനയാണ് മരിച്ചത്. സംഭവത്തിൽ അക്യുപഞ്ചറിസ്റ്റായ ഭർത്താവ് എടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമിനെതിരെ പരാതിയുമായി മുഹസിനയുടെ കുടുംബം രംഗത്ത്.
കുന്നംകുളം മാർത്താറ്റ് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബാമോർ ഒസ്താത്തിയോസ് ബാവയുടെ 96-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പരിശുദ്ധന്റെ ആർത്താറ്റ് കബറിങ്കലിലേക്കുള്ള അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയാണ് പൊയ്ക്കാട്ടുശ്ശേരി മോർ ബഹനാൻ പള്ളിയിൽ നിന്ന് വ്യാഴാഴ്ച ആരംഭിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.